ഈ എക്സിബിഷൻ്റെ പിന്നിലെ യാത്രയെക്കുറിച്ച് ആണ് ഇന്ന് യാത്ര ചെയ്തവരിൽ 2 പേർ, ഞാനും സുധീഷും, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഔപചാരികമായ ഒന്നല്ലാത്തതിനാൽ നമുക്ക് ഈ സ്വാഗതവും നന്ദിയൊന്നും ഇല്ല, നേരിട്ട് പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് മോഡറേറ്റ് ചെയ്യണത് വിനോദ് കൃഷ്ണയാണ്. വിനോദ് കൃഷ്ണയെയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ഈ എക്സിബിഷൻ്റെ തീമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നോവൽ മലയാളത്തിൽ എഴുതിയ ആളാണ്. 9mm ബരട്ട എന്ന പേരിലാണ് ആ നോവൽ പ്രകാശിപ്പിച്ചത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അത് ഗാന്ധിയെ കൊല്ലാൻ ഉപയോഗിച്ച തോക്കിൻ്റെ പേരാണ്. 60-68-24 നമ്പർ 9mm ബരട്ട തോക്കാണ് അത് ഉപയോഗിച്ചത്. അതിനെ മുൻനിർത്തി ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഇത്തരം വിപുലമായിട്ടുള്ളൊരു നോവൽ വന്നിട്ടില്ല. മറിച്ച് ഗോഡ്സെയെ മുൻനിർത്തിയുള്ള നാടകങ്ങളൊക്കെ പലതും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അനുപമ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നാടകകൃത്ത്, എന്താണ് നാടകത്തിൻ്റെ പേര്, ഫാദർ ആൻഡ് സണ്ണോ മറ്റോ പേരിൽ അവസാനം ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഗോഡ്സെയെ ഒരുപക്ഷെ വെള്ളപൂശാൻ ഉദ്ദേശിച്ചിട്ടുള്ള നാടകങ്ങൾ അരങ്ങേറുണ്ടായി. അപ്പം അങ്ങനെ പ്രാധാന്യമുള്ളൊരു നോവൽ എഴുതിയ വിനോദാണിത് മോഡറേറ്റ് ചെയ്യുന്നത്. ഇനി വിനോദ് ബാക്കി കാര്യങ്ങൾ വിനോദ് നിയന്ത്രിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ എക്സിബിഷൻ ഒരു പൊളിറ്റിക്കൽ ആർട്ടായി രൂപപ്പെടുത്തിയ 2 പേരാണ് ഇവിടെ നമ്മളോടൊപ്പം ഇന്നുള്ളത്. 4 സുഹൃത്തുക്കൾ ചേർന്ന് ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് 16,000 കിലോമീറ്റർ മറ്റോ സഞ്ചരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു യാത്ര റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിലേക്കുള്ള ഒരു നടത്തമാണ്. അത് നമ്മുടെ തന്നെ ജീവിതത്തിലേക്കുള്ളൊരു നടത്തമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു നടത്തമാണ്. അങ്ങനെയുള്ളൊരു നടത്തം സാധ്യമാക്കിയ, അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ റീകോൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച സുഹൃത്തുക്കളിൽ 2 പേർ ഇന്ന് ആ യാത്രകളെക്കുറിച്ച് നമ്മളോട് പറയാൻ ഈ സായനത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഈ കൂടിയിരിപ്പ് തന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സെൻസിബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കണ്ണിന് പകരം കണ്ണ് എന്നായാൽ ലോകം മുഴുവൻ ഇരുട്ടിലാകുമെന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. നമ്മുടെ രാജ്യം ഇന്ന് ഏറെക്കുറെ ഇരുട്ടിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിൽ ഗാന്ധി തൻ്റെ അവസാന കാലത്ത് ബീഹാറിലും നവഖലിയിലും ബംഗാളിലും ഒക്കെയായി നടത്തിയ യാത്രകൾ, ആ വഴിയിലൂടെ 2 പേർ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നടക്കാൻ തീരുമാനിച്ചത് അത് കാറ്റുകൊള്ളാനുള്ളൊരു നടത്തമല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആർട്ട് എന്ന രീതിയിലേക്ക് ഉയർന്ന ഒരു എക്സിബിഷനായി മാറിയതിനെക്കുറിച്ചുമൊക്കെ ആദ്യം ഗോപിച്ചേട്ടനോട് തന്നെ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ യാത്രയെക്കുറിച്ചും അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചും ഗോപിച്ചേട്ടൻ വിശദമായി തന്നെ സംസാരിക്കുമെന്ന് കരുതുന്നു. ഈ യാത്രയുടെ തുടക്കത്തെ പറ്റി സുധീഷ് സംസാരിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ യാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യാത്രയിൽ എന്താ നമ്മൾ പറയില്ല, ചില മുന്തിയ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഒന്ന്, ഡൽഹിയിൽ ഇപ്പോഴും ഹിന്ദു മഹാസഭയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ബിർള മന്ദിർ എന്ന് പറയുന്ന ആ സ്ട്രീറ്റിൽ തന്നെയാണ്. ബിർള മന്ദിറൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ട്രീറ്റിൽ തന്നെയാണ്. ഈ ബിർള മന്ദിറിനപ്പുറത്തുള്ള ഈ ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഗോഡ്സെ ഗൂഢാലോചന നടത്തുന്നത്. അതായത് ആദ്യത്തെ ജനുവരി 20 ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഗാന്ധിയുടെ ലൈഫിൽ. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചന നടത്തുന്നത് ഈ ഹിന്ദു മഹാസഭ ഓഫീസിൽ വെച്ചാണ്.
അപ്പം അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവേശിച്ചു. അപ്പം അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറി ഫോട്ടോ എടുത്തു. തിരിച്ചു വന്നപ്പോഴേക്കും അതിൻ്റെ അധികൃതർ വരികയും സുധീഷിനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് വേറെ നുണ പറയാനൊന്നും പറ്റില്ല, കാരണം നമ്മളെ കണ്ടാൽ മലയാളികളാണെന്ന് അറിയാം, നമ്മളെ വർത്താനം കേട്ടാലും അറിയാം. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ സുധീഷിനെ നേരെ ആക്രോശിച്ചു. നിങ്ങൾ നിങ്ങളുടെ കേരളം ബീഫ് തിന്നുന്നവരുടെ നാടല്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഇന്ത്യയിൽ നിങ്ങളുടെ സംസ്ഥാനം നിലനിൽക്കുന്നത് എന്ന തരത്തിൽ വലിയ ആക്രോശം സുധീഷിൻ്റെ നേരെ നടത്തി. ഞാൻ വിചാരിച്ചു അടുത്തത് ഈ ക്യാമറ എടുത്തിട്ട് വലിച്ചു പൊട്ടിച്ച് തല്ലിക്കളയുന്നതാണ് വിചാരിച്ചത്. ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് ആക്രോശത്തിൽ ഒതുങ്ങി പോന്നു. രണ്ടാമത്തെ ഒരു ഓർമ്മ, ഈ ഗാന്ധി വെടിയേറ്റ് വീണ ബിർള ഹൗസ് എന്ന് പറയുന്ന സ്ഥലം ഗാന്ധി മരിച്ച സ്ഥലമാണ്. ഈ മരിച്ച സ്ഥലത്ത് ആ ഗാന്ധി താമസിച്ചിരുന്ന കെട്ടിടം ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. അതിൻ്റെ മുകളിൽ ഇപ്പം പുതുതായിട്ടൊരു ഡിജിറ്റൽ മ്യൂസിയം ഒക്കെ വന്നിട്ടുണ്ട്. ഈ മരിച്ചു വീണ സ്ഥലത്ത് മുഴുവനായിട്ട് നിങ്ങൾ ചുറ്റി നടന്നാലും നിങ്ങൾക്ക് ഗാന്ധിയെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്ന കാര്യം പിടിയേ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു സംഭവം നടന്നിട്ടില്ലാത്ത മാതിരിയാണ് ആ മ്യൂസിയം ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥലത്താണ് ഞാൻ കണ്ടത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു പേര്, ആ ഒറ്റ പേരേ ഉള്ളൂ. നമ്മളിവിടെ ഈ എക്സിബിഷനിൽ 12 പ്രതികളെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 12 പ്രതികളിൽ പ്രധാനപ്പെട്ട ആളുകളുടെ, ശിക്ഷ കിട്ടിയ ആളുകളുടെ പേര് പോലും അവിടെ ഇല്ല. ഞാൻ വിചാരിക്കുന്ന ലോകത്ത് ഇപ്പോൾ എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് വീണ സ്ഥലത്ത് മ്യൂസിയം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല, പക്ഷെ അവിടെ തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യുക ആര് കൊന്നു, എന്തു കൊന്നു, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഗാന്ധി മെമ്മറി ചെയ്ത് പതുക്കെ പതുക്കെ കൊല മാച്ച് കളയാനുള്ള വലിയ സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നേരിൽ കണ്ട ആദ്യ നിമിഷം അതായിരുന്നു. അവിടെ 20-ന് ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ, ഗൺ കോട്ടൺ സ്ലാബ് പൊട്ടിക്കുമ്പോൾ ഒരു മതിൽ പിളർന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ആർക്കൈവൽ ഫോട്ടോസ് ഉണ്ട്. AR എന്ന് ഗാന്ധിയുടെ പ്രാർത്ഥനാ സമ്മേളനം മുഴുവൻ കവർ ചെയ്യും. എല്ലാ ദിവസവും ആ പ്രാർത്ഥനാ സമ്മേളനം ഓൾ ഇന്ത്യ റേഡിയോ കവർ ചെയ്യുമായിരുന്നു. ആ കവർ ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ഉണ്ട്, ആ ദിവസത്തെ റെക്കോർഡ് ഉണ്ട്. ഈ പൊട്ടിയിട്ട് ശബ്ദം കേൾക്കുന്നു, ഗാന്ധി എല്ലാവരോടും ശാന്തരായിട്ടിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഗാന്ധി തീരെ അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല, തന്നെ കൊല്ലാനുള്ള ബോംബാണ് പൊട്ടിയെന്ന് ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അത്തരം ഒരു സംഭവം നടന്നിട്ട് ജനക്കൂട്ടം ചകിതരായപ്പോഴും ഗാന്ധി നിങ്ങൾ ഇരിക്കാൻ പറയുന്നു. ആ തരത്തിലുള്ളത് റെക്കോർഡ് തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആ മതിൽ ഇന്നില്ല, മതിൽ അവിടെ ഇല്ല. അപ്പോൾ പൊളിഞ്ഞ മതിൽ, ഒരു ചരിത്ര സ്മാരകമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെ ഇല്ല. നിങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് ഇങ്ങനെ സംഭവം നടന്നതായിട്ട് പോലും അറിയില്ല. സുധീഷ് അവിടെയും അധികൃതരോട് ചോദിച്ചു എവിടെയായിരുന്നു ആ മതിൽ നിന്നിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് മട്ടിലാണ് പ്രതികരിക്കുന്നത്. മൂന്നാമത്, ഈ ഗാന്ധിവധത്തിന്റെ വിചാരണ നടന്ന റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കെട്ടിടത്തിലാണ്. അത് എല്ലാ പുസ്തകങ്ങളിലും എല്ലാ ഡോക്യുമെന്റിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലെ ഒരു പർട്ടിക്കുലർ കെട്ടിടം, അവിടെ ഒരുപാട് കെട്ടിടമുണ്ട്, പോയിട്ടുള്ളവർക്ക് അറിയാം. ഒരു പ്രത്യേക കെട്ടിടം ആണ് സ്പെഷ്യൽ കോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെയാണ് വിചാരണ നടന്നത്. ആ വിചാരണ നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരൊക്കെ അവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ എൻട്രി ഉണ്ടായിരുന്നു പല ദിവസങ്ങളിലും. ഇത് വിശദമായ രീതിയിൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് അവിടെ ചെന്നിട്ട് ആ കെട്ടിടം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. ആ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യ ചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട വിചാരണകൾ അവിടെയാണ് നടന്നത്. ഒന്ന്, 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ ആ മനുഷ്യരെ വിചാരണ ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. 2, സുഭാഷ് ചന്ദ്രബോസിന്റെ മരണശേഷം INA തടവുകാരെ വിചാരണ ചെയ്തത് ആ കെട്ടിടത്തിലാണ്. 3ാമത് ഗാന്ധിവധത്തിന്റെ വിചാരണ നടന്നത്. ഈ 3 പ്രധാനപ്പെട്ട വിചാരണ നടന്ന കെട്ടിടം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് അവിടെ ആരും നമുക്ക് മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അന്വേഷിച്ചാൽ തന്നെ ആർക്കും അത് പറഞ്ഞു തരാൻ ആവാത്ത വിധം അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാറ്റി കളയുകയോ ചെയ്തിട്ടുണ്ട്. അവിടെ സുധീഷ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ സമീപിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടല്ലോ, അത് ഏതാണെന്നൊന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ അതിന് മറുപടി കിട്ടിയത് ഇങ്ങനെ ഒരു വിചാരണ ഇവിടെ നടന്നിട്ടില്ല, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ആരാ അതൊക്കെ പറഞ്ഞതെന്നുള്ള തിരിച്ചുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഈ ഗാന്ധി മെമ്മറി, പ്രത്യേകിച്ച് ഈ അവസാന കാല ഗാന്ധിയെ മായ്ച്ച് കളയാനുള്ള ഒരർത്ഥത്തിൽ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി തന്നു. അതേസമയം ഈ അതിൻ്റെ ഒരു മറുവശം കൂടി ഞാൻ പറയാം. അതേസമയം ഈ 20-ാം തീയതി ഗാന്ധിയെ കൊല്ലാൻ വരുമ്പോൾ ഗോഡ്സെ താമസിച്ചിരുന്ന മറീന ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് 40-ാം നമ്പർ മുറിയിലാണ് താമസിച്ചിട്ടുള്ളത്. ഈ ഗോഡ്സെ അന്ന് താമസിക്കുന്നത് കൊണാട്ട് പ്ലേസിലെ ഹോട്ടലാണ്. അവിടെ ഇപ്പോൾ റാഡിസൺസ് മറീന, അത് റാഡിസൺസ് ഗ്രൂപ്പ് എടുത്തിട്ട് റാഡിസൺസ് മറീന എന്നുള്ള രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ ദിവസം കൂട്ടുപ്രതികളായ നാരായൺ ആപ്റ്റെയും വിഷ്ണു കർക്കരെയും അവിടുത്തെ ബാറിൽ നിന്ന് വിസ്കി ഓർഡർ ചെയ്തിട്ട് കുടിക്കുന്നുണ്ട് ഗോഡ്സെയുടെ മുറിയിലിരുന്നിട്ട്. അതിൻ്റെ ബില്ലൊരു പ്രൂഫാണ്, ഈ പറയുന്ന ഗാന്ധിവാദത്തിലെ ഒരു തെളിവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ സന്ദർശിച്ച് 40-ാം നമ്പർ മുറി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, അവിടെ അങ്ങനെ കടത്തി വിടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാറിൽ പോയിട്ട് അവിടെയൊക്കെ സന്ദർശിച്ചപ്പോൾ ഈ ബാറിൽ നിൽക്കുന്ന പയ്യൻ, ഈ ബാർടെൻഡറോട് ഞങ്ങൾ ചോദിച്ചു, ഈ ബാറിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമോ? ഇവിടുന്ന് ഗാന്ധിവാദ ചില പ്രതി, ഞങ്ങൾ അടുത്ത ചോദ്യം ഞങ്ങളത് പറയാൻ വിശദീകരിക്കാൻ നിൽക്കുകയാണ്, ഞങ്ങളുടെ വിചാരം ഇവർക്കറിയില്ല. അത് ആള് വളരെ കൂളായിട്ട് നമുക്ക് ബാർടെൻഡർ പറഞ്ഞു തന്നു, ഇവിടുന്ന് ഗോഡ്സെ കൂടെ വന്നിട്ടുള്ള ഗാന്ധിവാദത്തിലെ പ്രതികൾ മദ്യപിച്ച ബാറാണെന്ന് ഈ ബാർടെൻഡർ പറഞ്ഞു തരുന്നു. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിശ്ചയിച്ച, ഗവൺമെന്റ് ഉണ്ടാക്കിയ ഈ മ്യൂസിയത്തിലെ ആളുകൾ ഈ ഫാക്ട് മുഴുവൻ മാറ്റി കളയുമ്പോൾ ഈ അവിടെ നിൽക്കുന്ന ഒരു സാധാരണ ബാർടെൻഡർ ആ പ്രാധാന്യം, ചരിത്ര പ്രാധാന്യം പറഞ്ഞു തരും. ഇതൊരു പ്രധാനപ്പെട്ട ഈ എക്സിബിഷനെ സംബന്ധിച്ച്, ഞങ്ങൾ എക്സിബിഷൻ നടത്തണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് യാത്രയൊക്കെ പോയത്. പക്ഷേ അതിനെ സംബന്ധിച്ച രാഷ്ട്രീയമായ ആവശ്യകതയിലേക്ക് കണ്ണു തുറപ്പിച്ച ചില സംഭവങ്ങൾ ആണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ യാത്രയെ പറ്റി, അതിൻ്റെ ഈ എക്സിബിഷനിൽ എത്തിച്ച ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ചില തരം കാര്യങ്ങളെ പറ്റി. എന്ന് പറഞ്ഞാൽ പബ്ലിക് മെമ്മറിയിൽ നിന്ന് ഗാന്ധിയുടെ പ്രസൻസ് മായ്ച്ചു കളയാൻ ഒരുപക്ഷെ ഭരണകൂടം തന്നെ വലിയ കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഗാന്ധി എവിടെയോ നിൽക്കുന്നുണ്ട്. ഗാന്ധിയുടെ പബ്ലിക് മെമ്മറി നിലനിർത്തുന്ന സ്റ്റേറ്റ് അപ്പാരറ്റസോ അല്ല, മറിച്ച് അത് ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചിലതരം സംഗതികളാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇംപ്രഷൻ. ഒരു പ്രധാന കാര്യമാണ് ഗോപിച്ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ ഭരണകൂടം ചരിത്രത്തെ മായ്ക്കാൻ ശ്രമിക്കുകയും നുണകളെ ചരിത്രമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്ന ഒരു കാലത്ത് സാമൂഹ്യമായ ഓർമ്മകൾ കൊണ്ട് സാധാരണ മനുഷ്യർ ഗാന്ധിയെ നിലനിർത്തുന്നു എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് സുധീഷേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഞാൻ രണ്ടാമത് ഉത്തരം പറയാനുള്ള ചോദ്യം ആദ്യം ചോദിക്കാം. ഇപ്പോൾ ക്ലാര ക്യൂൻ എന്ന് പറയുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു. അവരാണ് ഗാന്ധിയുടെ പ്രതിമ ഗാന്ധിയെ നേരിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയത്. അത് ക്ലേയിൽ നിർമ്മിച്ച് പിന്നീട് ഈ പുറത്ത് കൊണ്ടുപോയി ബ്രൗൺസിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നെ വാഷിങ്ടൺ DC-യിലാണ് ആ പ്രതിമ ഇപ്പോൾ ഉള്ളത്. ഇവർ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് യുദ്ധവിരുദ്ധ പ്രതിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് സന്ദർഭോചിതമായി ചോദിക്കാൻ കാരണം 2021 സുധീഷേട്ടൻ ഇവിടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, ഓഷോവിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ. അപ്പോൾ ഗാന്ധി പ്രതിമ ചെയ്യാൻ വന്ന ഒരാൾ ഗാന്ധിയുടെ ആശയപ്രചാരണമായി മാറിയ ഒരു ചരിത്രമാണ് ഈ ക്ലാര ക്യൂനുള്ളത്. അതുപോലെ ഇപ്പോൾ ഗാന്ധിയിലേക്ക് വരുന്നു, അതിനു മുമ്പേ ഈ ഫാസിസത്തിനെതിരെയുള്ള ഒരു എക്സിബിഷൻ്റെ ഭാഗമായി ഫോട്ടോഗ്രാഫുകൾ ക്യൂറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളൊരു യാത്ര പോയതിന് ശേഷം എങ്ങനെയാണ്, മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഗാന്ധി തന്നെയാണോ, അല്ലെങ്കിൽ ഈ ആർട്ടിലെ ഗാന്ധിക്ക് എന്താണ് ഇനി ഭാവി ഇന്ത്യയിൽ ഒരു സമരശരീരമായി നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ഈ യാത്രയുടെ അനുഭവങ്ങൾ പറയുന്നതോടൊപ്പം പറയുന്നു വിചാരിക്കുന്നു. ഇത് ആദ്യം പറയാം.
ഒരു വിധത്തിലും ഗാന്ധി എന്നുള്ളതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഗാന്ധിയെക്കുറിച്ച് അത്ര വലിയ ധാരണയും ഇല്ല, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ യാത്ര പോയപ്പോൾ തീർച്ചയായും ഓഷ്വിറ്റ്സ് എക്സിബിഷൻ ചെയ്തത് ഫാസിസം എന്നുള്ള സാധനം അതിൻ്റെ ഏറ്റവും എന്താ പറയുക അപകടകരമായ ഘട്ടത്തിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ആൾക്കാരെ, ഇന്ത്യക്കാരെ, മലയാളികളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്സിബിഷൻ ചെയ്തത്. കാരണം കേവലം 50 കൊല്ലം മുമ്പ് വളരെ റാഷണൽ എന്ന് നമ്മൾ കരുതുന്ന ഒരു രാജ്യത്ത്, വെസ്റ്റേൺ യൂറോപ്പിൽ നടന്ന യാതൊരു യുക്തിയുമില്ലാത്ത വംശഹത്യയുടെ ഒരു ചിത്രമാണ് ഈ ഓഷ്വിറ്റ്സ്. അപ്പോൾ അതേ പാതയിലൂടെ നമ്മൾ പോയാൽ വേറെ എവിടെ എത്താനില്ല, അവിടെ തന്നെ എത്താനുള്ളൂ എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലായിരുന്നു. അപ്പോൾ അതും ഈ ഫാസിസവും അധികാരത്തിൻ്റെ ഈ ഒരു അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഈ എക്സിബിഷനും ഒരു കണക്കിൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ എക്സിബിഷൻ്റെ ഒരു തുടക്ക കാരണം, ഒരു ദിവസം ഞാൻ ഗോപി പ്രസംഗിക്കുന്നത് കേട്ടു. ഈ ഒരു ഗാന്ധിയെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഗാന്ധിയെ ഒരർത്ഥത്തിൽ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞ് ഒതുക്കുകയാണെന്നുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ക്യൂബിക്കിൽ ചെയ്ത് അവിടെ നിർത്തുന്നത്. ഈ ഗാന്ധിജിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും നമ്മൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്യാനോ അത് കൊണ്ടു നടക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ അവസാന കാലത്തുണ്ടായിരുന്ന ഗാന്ധിജി കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നത്, ഒരുപക്ഷെ അതിൽ മാത്രമായിരുന്നു എന്ന് പറയാം, ഈ വർഗീയ വിദ്വേഷം തടയുന്നതിലായിരുന്നു. അപ്പോൾ അത് ഒരു ഫോട്ടോ എടുത്ത്, അപ്പോൾ അങ്ങനെ ഗാന്ധിജി പോയ സ്ഥലങ്ങളിലെല്ലാം പോയി എന്തെങ്കിലും ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരു പൊളിറ്റിക്കൽ ആക്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ എന്ന മട്ടിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ധാരാളം പുസ്തകങ്ങളൊക്കെ വായിച്ചു, ഈ സ്ഥലങ്ങളൊക്കെ പോവുകയും ചെയ്തു. എൻ്റെ ഒരു നേരത്തെയുള്ള ധാരണ തുറന്നു പറയാം, ഈ അഹിംസ എന്ന് പറഞ്ഞാൽ ഒരുതരം പാസീവ് പരിപാടിയാണെന്നായിരുന്നു. അതായത് നമ്മളടിക്കൊള്ളുന്നും ഉണ്ടായിരിക്കുന്നു, പിന്നെ അടിക്കൊള്ളുന്നും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു ധാരണ അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് തന്നെയാണ് ഒരു ധാരണ. പക്ഷേ ഇത് കൂടുതൽ വായിക്കുകയും ഇവിടെയൊക്കെ പോവുകയും ചെയ്യുമ്പോഴാണ് ഇത് അങ്ങനെയല്ല, ഇത് അസാമാന്യ ധൈര്യം, മനഃശക്തിയും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പവർ ഒരുപക്ഷെ അൺപാരലൽ ആണെന്ന് തന്നെ പറയാം. ഈ വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിന് ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ഒരു ധാരണ കിട്ടി. ഒരു പ്രധാനമായിട്ടുള്ള എന്നിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റം അതാണ്, ഈ അഹിംസ എന്നുള്ള ഉണ്ടായിരുന്ന എൻ്റെ നിലപാട് മാറി. അത് തീർച്ചയായും പ്രാവർത്തികമാണ്. അത് പക്ഷേ നല്ല അസാമാന്യമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വേണം. പക്ഷേ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണല്ലോ മനുഷ്യരുണ്ടാവുക. അങ്ങനെ മനുഷ്യരുണ്ടായാൽ അത് നമുക്ക് ഈ രാജ്യത്തിന്, ഒരുപക്ഷെ ലോകത്തിന് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അത് തന്നെയാണെന്നുള്ള ബോധ്യം എനിക്ക് ഈ എക്സിബിഷനിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്കൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് ഈ യാത്രയ്ക്ക് മുമ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ടും ഇതൊക്കെ വന്നതിന് ശേഷം എനിക്ക് പ്രതീക്ഷ എന്നുള്ള സാധനം കുറവായിരുന്നു, ഹോപ്പ് കുറവായിരുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ കൂടുതൽ പിന്നെ പ്രത്യേകിച്ചിട്ട് പറയേണ്ടതില്ലല്ലോ, നമ്മുടെയൊക്കെ പല കുടുംബ ഗ്രൂപ്പുകളിലും നടക്കുന്ന അക്രമങ്ങൾ എന്ന് തന്നെ പറയട്ടെ, ഇതൊക്കെ കാരണം കൊണ്ട് ഈ പ്രതീക്ഷ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ യാത്ര പോയി പല ആൾക്കാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് പട്ന മ്യൂസിയത്തിൻ്റെ സെക്രട്ടറി ഡോക്ടർ റാസി അഹമ്മദ്, അദ്ദേഹത്തിന് 92 വയസ്സോ മറ്റേ. അതേപോലെ നാളെ ഇവിടെ വരുന്ന ശ്രീ രാമചന്ദ്ര റാഹി, ഗാന്ധി സെൻട്രൽ സ്മാരക നിധിയുടെ ചെയർമാൻ. പിന്നെ പുസ്തകങ്ങളിൽ അനീസ് കിദ്വായുടെ ഇൻ ഫ്രീഡം ഷെയ്ഡ്, ഇത്തരം ഇതിലൊക്കെ പോയപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ളൊരു ഹോപ്പ്, ഒരു പ്രത്യാശ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിലും ഭീതിതമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ശരിയാണ്, അന്നൊരു ഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസ്ഥയെ നമുക്ക് ഓവർകം ചെയ്യാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ഈ ഗാന്ധിയന്മാർ ഈ രണ്ടുപേരും വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന വളരെ ഹോപ്പുള്ള ആൾക്കാരാണ് ഈ പ്രായത്തിൽ നിൽക്കുമ്പോഴും. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ 2 കാര്യങ്ങൾ ഇതാണ്. ഗോപിച്ചേട്ടനൊക്കെ തന്നെ വരാം. അപ്പോൾ ഈ എക്സിബിഷൻ്റെ ഒരു പ്രധാന
ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ 2 സംഖ്യകളാണ്. ഒന്ന്, ഇത് ഉദ്ഘാടനം ചെയ്തൊരു സമയമാണ് 5:17. പിന്നെ നമ്മൾ ആദ്യ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ 169 എന്നുള്ളത്. സാധാരണ എക്സിബിഷനിൽ നമ്മൾ അത്തരം ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് വിട്ടുകളയാറാണ്, വളരെ സൂക്ഷ്മമായി അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യാത്രയിൽ അങ്ങനെ സൂക്ഷ്മമായി നാം മറന്നു തുടങ്ങിയ എന്തെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നോ? അതുപോലെ ഈ ഗാന്ധി എന്ന ഒരു സമര ശരീരത്തെ എങ്ങനെയാണ് ആ യാത്രയിൽ മനസ്സിലാക്കിയത്? സുധീഷ് പറഞ്ഞതിനോട് ചേർന്ന് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൽ ജീവിച്ചിരിക്കുന്നു. 75 വർഷമായി ഇപ്പോൾ ഈ കൊല്ലം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട്. ഇപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആവുമ്പോൾ ഇവരെല്ലാവരും പ്രധാനപ്പെട്ട ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, ഇപ്പം പലതരം അഭിപ്രായ വ്യത്യാസമുണ്ടായ മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നോക്കുകയാണെങ്കിൽ അതിൽ പലതരം ആൾക്കാരുണ്ട്, പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പല ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ചേർന്നിട്ട് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിൽ എങ്ങനെയോ യോജിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ യാത്രയിൽ കൂടിയാണ്. ഈ യാത്ര ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യം കത്തിയെരിയാണ്. കൽക്കട്ടയിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൽക്കട്ടയിൽ 5000 പേര് പടഞ്ഞു വീണ് മരിക്കുകയാണ്. അല്ലെങ്കിൽ നവഖാലിയിൽ 200-300 പേര് മരിക്കുകയാണ്. ബീഹാറിൽ 5000 തൊട്ട് 10000 വരെയുള്ള മനുഷ്യർ തെരുവിൽ അക്ഷരാർത്ഥത്തിൽ മരിക്കുകയാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ രണ്ടായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധക്കളമായിട്ട് ഇന്ത്യ മാറുന്നു. ബ്രിട്ടീഷുകാർ പോവാൻ നിശ്ചയിച്ചു. സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിൽ കിട്ടുന്നു. സ്വാതന്ത്ര്യം കയ്യിൽ കിട്ടുമ്പോൾ അത് ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ രണ്ടായി തിരിച്ച് തെരുവ് യുദ്ധത്തിൻ്റെ ഒരു വലിയ അധ്യായം തുടങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗാന്ധി കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഈ അടുത്ത കാൽവെപ്പ് എവിടേക്കെന്നറിയാത്ത യാത്രയാണ്. ഇത് എവിടെ അടുക്കെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു രാഷ്ട്രമായിട്ട് രൂപം കൊണ്ടിട്ടില്ല. നമ്മൾ അരി വെന്തിട്ടില്ല. അരി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ കാലത്തിൽ, അത് വെന്തിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന സംഗതി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എവിടേക്ക് വെക്കുന്ന അറിയാത്തൊരു യാത്രയായിരുന്നു അത്. ആ യാത്ര ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ അവസ്ഥ എന്ന് പറയുന്ന ഒരു പക്ഷേ ഇന്ത്യയിലെ വിവേകശാലികളായ മനുഷ്യരെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പുതിയ ആധുനികമായ ഒരു സങ്കല്പനങ്ങളുടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നുണ്ട്. ആ എത്തിക്കുന്നത് ഈ ചരിത്ര സന്ദർഭം ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തമായ ഒരു സമയത്തല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളെ മുറുകെ പിടിച്ചത്, മറിച്ച് ഏറ്റവും അശാന്തമായ സ്ഥലങ്ങളിലാണ്. അത് പൊളിറ്റിക്കൽ കൺവിക്ഷനാണ്. ഗാന്ധിയുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ പൊളിറ്റിക്കൽ കൺവിക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുറുകെ പിടിക്കുക ഈ പറയുന്ന ഏറ്റവും അശാന്തമായ സമയത്താണ്. 2 പ്രാവശ്യം നിരാഹാരം കെടുക്കുന്നു. 47 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ 77 വയസ്സായ മനുഷ്യൻ 2 പ്രാവശ്യം നിരാഹാരം കെടുക്കുന്നു. ഒന്ന് 73 മണിക്കൂർ കൽക്കട്ടയിൽ, 5 ദിവസം ഡൽഹിയിൽ. ഈ നിരാഹാരം കെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇന്നത്തെ 78 വയസ്സല്ല, അത് 31 വയസ്സാണ് അന്ന് ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ 80 വയസ്സൊന്നുമല്ല, 31 വയസ്സാണ് ശരാശരി മനുഷ്യായുസ്. ആ സമയത്ത് ഈ പറയുന്ന ദൗത്യം ഏറ്റെടുക്കുന്നു. ഇത് ഏറ്റെടുത്ത് അത് വലിയ തരത്തിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഇന്ന കണ്ടീഷൻ അനുസരിച്ചാൽ മാത്രമേ ഞാൻ പിൻവലിക്കുള്ളൂ എന്ന് അങ്ങേറ്റം ശാഠ്യം പിടിക്കുന്നു. ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ നിന്നിരുന്ന ഹിന്ദു മഹാസഭ അവസാനത്തെ നിരാഹാരത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഒപ്പിടാൻ നിർബന്ധിതാക്കുകയാണ്. അപ്പോൾ എത്തിക്കലായിട്ടുള്ളൊരു വലിയ സംഗതി ഉണർത്തൽ ആണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ നവഖലിയിൽ 5 ദിവസം 25 ദിവസമോ ബിബി അബ്ദുൽ സലാം ഇരുന്നത്, 25 ദിവസം നിരാഹാരം ഇരുന്ന
ബീബി അംതസലാം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. നമ്മുടെ ചരിത്രത്തിൽ, നമ്മളെ പാഠപുസ്തകത്തിലും കാണില്ല, ചരിത്രത്തിലും കാണില്ല. പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് കാണാം അവർ 25 ദിവസം നിരാഹാരം ഇരുന്നു. ഒരു സ്ഥലത്തെ ഈ നവഖലിയിലെ സിറണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കലാപം ഒഴിവാക്കാൻ 25 ദിവസം ഇരിക്കുന്നു. ആ പ്രദേശത്തുള്ള ആളല്ല, ബംഗാളിയല്ല, ആ ഭാഗത്തുള്ള ആളല്ല, മറ്റേ അറ്റത്ത് പട്യാലയെന്ന് ഇന്ത്യയുടെ വീതി മുഴുവൻ ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. എന്താവശ്യമുണ്ടെന്ന് ചിന്തിച്ചു പോകും നമ്മൾ. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്നിട്ട് എന്തായിരുന്നു അവരെ പ്രചോദിപ്പിച്ചത്? നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു ഇവരെല്ലാം, അല്ലാതെ അസാധാരണമായി സൃഷ്ടിക്കപ്പെട്ട ഒരാളുമല്ല. പക്ഷെ അവരെ ധാർമ്മിക ബലം എന്ന് പറയുന്നത് ആ സമയത്ത് ഈ തീ കത്തുന്നതിനിടയിൽ ഇങ്ങനത്തെ മനുഷ്യരുടെ ഒരു പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്നത്, എത്തിക്കൽ വിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകള് മാത്രമാണ് ആ സമയത്ത് ഗാന്ധിയുടെ ചുറ്റുമുള്ളത്. ഈ സ്ത്രീകളാവട്ടെ ആദ്യമായിട്ടാണ് പബ്ലിക് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ തഴക്കവും പഴക്കമുള്ള ആളുകളൊന്നുമല്ല. അതിൽ മനുവിനൊക്കെ 15 വയസ്സ്, ആഭയ്ക്കൊക്കെ 15, 16, 20 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളാണ്. ഇവരെ വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ സാധാരണ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നെഗോഷിയേഷൻ എന്നൊക്കെ പറയുന്ന മുതലാളിത്ത ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങാണ്. പക്ഷെ ഗാന്ധി അതല്ല. ഗാന്ധി ആ പറയുന്ന കോർ പ്രിൻസിപ്പിളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ കോർ പ്രിൻസിപ്പിളിൽ ഉറച്ചു നിന്നിട്ട് അവിടേക്ക് മനുഷ്യരെ എത്തിക്കുകയാണ്. ഈ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ രക്തപ്പുഴയെ തടഞ്ഞു നിർത്തുന്നത്. ആളുകൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പം ഡൽഹിയിൽ പരസ്പരം കുത്തിക്കീറിയിരുന്ന സിഖുകാർ ഒരു സ്ഥലത്ത് ഹിന്ദുക്കൾ, ഇവർ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നാണ്. എന്ന് പറഞ്ഞാൽ രാഖി രാമായണം കുറ്റിയും പറിച്ചു വന്ന മനുഷ്യരാണ്. ഈ ലാഹോർ പ്രവിശ്യയിൽ നിന്ന്, കറാച്ചിയിൽ നിന്നൊക്കെ പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ഓടി വന്ന മനുഷ്യർ ഡൽഹിയിൽ തമ്പടിക്കുന്നു. ഡൽഹിയിൽ കഠിനമായ ശൈത്യം, ഒരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് പലർക്കും തെരുവിൽ കഴിയേണ്ടി വരുന്നു. അവർക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, മരുന്ന് പോലും കിട്ടാനില്ല. അങ്ങനെ അവരാകെ അസ്വസ്ഥരായിരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യരോട് ഹിന്ദു മഹാസഭ, സവർക്കറും കൂട്ടരും പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ പിടിച്ചെടുക്കുക. അപ്പൊ അവർ ഓടിപ്പോവും. കാരണം അവർ പോകാണ്ട് നിൽക്കുക. അവർ പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും നിന്നു. നമ്മൾ മറക്കരുത്. ഇപ്പം മുസ്ലിം മൈനോറിറ്റീനെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞ് ആക്രമിക്കുമ്പോൾ നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു അധ്യായം അതാണ്. പാകിസ്ഥാൻ ഇസ്ലാമിക തത്വത്തിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇത് മറക്കാൻ, കാരണം നമുക്കൊന്നും ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ സിഖിനോ മറ്റോ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാലോ അങ്ങോട്ട് പോകാം. ബഹുഭൂരിപക്ഷം പോയില്ല. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യരെ ഉപയോഗിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഭവനത്തിൽ കയറി താമസിക്കുക, ഡൽഹിയിൽ പള്ളികൾ പിടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ചെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ട് ഇവർ പാകിസ്ഥാനിൽ പോവും. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, പോകാൻ സ്ഥലമുണ്ട്, പോവും. ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോക്ക്, ഇരകളെ തമ്മിൽ വിഭജിക്കുക. അവിടുന്ന് വന്ന മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, അവരോട് പറയാണ്, നിങ്ങൾക്ക് അവിടെ അനുഭവിച്ചതിന് പകരം നിങ്ങൾ ഇവിടെ പകരം വീട്ടുക. നമ്മുടെ ഈ മൊത്തം ലോജിക്കിലുള്ള ഒരു കാര്യമാണ്. അവിടെ മുസ്ലിം എന്നെ തല്ലിയ ഇവിടുത്തെ മുസ്ലിമിനെ ഞാൻ തല്ലണം എന്ന് പറയുന്ന ലോജിക്കാണല്ലോ വർഗീയതയുടെ മൊത്തം. ആ അബ്സൈഡിറ്റിയാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോഴാണ് ഈ 5 ദിവസം നിരാഹാരം ഇരിക്കുന്നത്. 5 ദിവസം നിരാഹാരം ഇരുന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല്, ഇത് അവസാനിച്ചപ്പോ ഈ ഖാജ കുത്ബുദ്ദീൻ എന്ന് പറയുന്ന, ഞങ്ങൾ പോയി ഇവിടെ ഇതിൽ ചിത്രം ഉണ്ടത്, മെഹ്റോളിയിലെ ഖാജ കുത്ബുദ്ദീന്റെ ഖബറിലാണ് അവസാനമായി ഗാന്ധി സന്ദർശിച്ച തീർത്ഥാടന കേന്ദ്രം. ഞാൻ ഹിന്ദുവാണെന്ന് നിരന്തരം പറഞ്ഞിരുന്ന ഗാന്ധി സന്ദർശിച്ച അവസാനത്തെ തീർത്ഥാടന കേന്ദ്രം മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. അത് അടിവരയിട്ട് പറയണം. ഇവിടെ ചെല്ലുമ്പോൾ ആ ദിവസം കാണുന്നത് സിഖുകാരും ഹിന്ദുക്കളും ചായ തിളപ്പിച്ച് രാവിലെ ഈ കൊടും ശൈത്യത്തില് ഈ പള്ളിയിലേക്ക്, കബറിടത്തിലേക്ക് ഉറൂസ് ആഘോഷിക്കാൻ വരുമ്പോൾ സിഖുകാരും ഹിന്ദുക്കളും ഇങ്ങനെ ചായ തിളപ്പിച്ച്, സഹോദര ചായ കുടിച്ചിട്ട് പോ, നീ ഒന്ന് ഉള്ളു ചൂടായിട്ട് പോന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റി ഈ 5 ദിവസത്തെ നിരാഹാരം. ഇത് മാജിക് ആണെന്ന് നമ്മൾ പറയും. ഇത് മാജിക് ആവുന്നതിലും കൂടുതൽ ഇത് സാധ്യതയാണെന്ന് തിരിച്ചറിയലാണ്. ഇപ്പോ നമ്മൾ കാലത്ത് പത്രം തുറന്നാല്, TV തുറന്നാല്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു മൂല അറിയാൻ ശ്രമിച്ചാല് നമ്മൾ കാണുന്നത് ഹെയ്റ്റ് മാത്രമാണ്. ഈ ഹെയ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇപ്പം ഫാസിസത്തിന്റെ ഒരു റെഷീം ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിന് പലതരം റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ
നമ്മൾ അറിയണം, ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് അവൻ്റെ സഹപാഠികൾ ടോയ്ലറ്റ് നക്കിക്കാൻ അല്ലേ മരിച്ച അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും അടിസ്ഥാനമായ ഫാബ്രിക്കിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രേമിച്ച് രണ്ടുപേര് പിരിഞ്ഞ പല സെന്റ് തോമസ് കോളേജിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരുത്തൻ കാത്തിരുന്നിട്ട് ആ പെൺകുട്ടീനെ ക്യാമ്പസിൽ കയറി കഴുത്തറുത്ത് കൊല്ലുകയാണ്. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഫാസിസം അതിനെ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വയലൻസ് മാത്രമല്ല ഉണ്ടാക്കുക, അത് വയലൻസിനെ നീതിവൽക്കരിക്കും. വയലൻസിനെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്നൊക്കെ പറയും. ഈ ഹന്നാ ആരൻഡിന്റെ ഒക്കെ തിയറി ഉപയോഗിച്ചാൽ തിന്മ എന്ന് പറയുന്നത് സാധാരണ കാര്യവും അല്ലേ. ഓഷ്വിറ്റ്സിലെ ഈ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ഐക്മാനെ പിന്നീട് പിടിക്കുന്നുണ്ട്. അയാൾ ഒളിച്ചുപോയി. ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ ഈ മനുഷ്യരെ കൊന്ന ഐക്മാനെ പിടിക്കുന്ന അർജന്റീനയിൽ നിന്നാണ്. കള്ള പാസ്പോർട്ടിൽ ഒളിച്ചുപോയി. പിടിച്ചുണ്ടെന്ന് വിചാരണ ചെയ്യുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ നല്ലൊരു അച്ഛനായിരുന്നു, ഞാൻ നല്ല ഭർത്താവായിരുന്നു, എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു നോക്ക്, അവർക്കൊക്കെ എന്നെ പറ്റി നല്ല പറയാം. സാധാരണ മനുഷ്യനായിരുന്നു ഞാൻ. എന്നോട് ഭരണകൂടം പറഞ്ഞു നീ കൊല്ല്, ഞാൻ കൊന്നു. എന്നോട് രക്ഷിക്കാൻ പറയായിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കുമായിരുന്നു. ബിക്കോസ് ഐ എം എ എംപ്ലോയി. ഞാനൊരു അത്രയും ഹമ്പിളായിട്ടുള്ള സർവൻ്റ് ആയിരുന്നു. എന്നോട് ഭരണകൂടം പറയുന്നു നീ കൊല്ലു. അവിടെ വെച്ചിട്ടാണ് ഈ ഹന്നാ ആരൻഡ് പറയുന്നത്, ഇതാണ് ഫാസിസം ചെയ്യുക, തിന്മയുടെ സാധാരണീകരണം. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, തിരിച്ചു ചോദിക്കാൻ നമുക്ക് നാവുമൊന്നില്ല. ഞാൻ കൊല്ലണോ? എന്തിനു കൊല്ലണം? എൻ്റെ ഫെല്ലോ ബീയിങ് അല്ലേ ഇത്? ഇന്നലെ വരെ എൻ്റെ അയൽക്കാരനായിട്ടുള്ള ആളല്ലേ, എൻ്റെ സഹോദരനായിട്ടുള്ള ആളല്ലേ, എന്നെപ്പോലെ തന്നെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ആളല്ലെന്ന് ചോദിക്കാൻ നാക്ക് പൊന്തില്ല. ആ സ്ഥലത്തേക്ക് മനുഷ്യരെ മാറ്റി തീർക്കും. അവിടെയാണ് ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ നവകലിയിൽ ഇങ്ങനെ തമ്മി തല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരേ ചരിത്രത്തിൽ ജീവിക്കുന്നവരാണ്, ഒരേ വായു ശ്വസിക്കുന്നവരാണ്, ഒരേപോലെ ഒരു ജീവിതാന്തരീക്ഷം പങ്കിടുന്നവരാണ്, നിങ്ങൾ തമ്മിൽ സഹോദരത്വം അല്ലാതെ ബാക്കി എന്താണ് ഉണ്ടാവേണ്ടതെന്ന് പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, എലമെന്ററി ക്വസ്റ്റ്യൻ, അതിന് വലിയ തരത്തിലുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്നതാണ്. അപ്പൊ അത് കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നവകലിയിൽ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ഇന്നലെ മുജിബുർ റഹ്മാന്റെ വീട് തകർത്തു ബംഗ്ലാദേശിൽ, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം ഞാൻ ഇവിടെ പോയ ആളായതുകൊണ്ടാണ് ഈ വേദന, അല്ലെങ്കിൽ ഒരു വാർത്ത മാത്രമായാണ്. നമ്മൾ നവകലിയിൽ പോയി മുജിബുർ റഹ്മാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കണ്ടറിഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് കുറച്ച് പെയിൻ അനുഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾ നടന്നിട്ടും നവകലി വലുതായിട്ട് അനങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നത്തെ ഒരു പബ്ലിക് മെമ്മറിയിൽ ആ ഗാന്ധിയൻ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരായത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും. ഒരു കാര്യം കൂടി ഇതോട് ചേർത്തിട്ട് പറയാം. മാറാട് കലാപം ഉണ്ടായത് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഒരു ലക്ഷണമൊത്ത വർഗീയ കലാപം ഉണ്ടായത് മാറാടാണ്. ഈ മാറാട് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേര് പോയി, ഞാൻ അവിടെ പോയ ഒരാളാണ്. അവിടെ പോയപ്പോൾ ക്യാമ്പ് ഉണ്ട്. അന്ന് ഈ ഒരു വലിയ തെറ്റ് അന്നത്തെ ഭരണകൂടം ചെയ്തത് മുസ്ലിം ക്യാമ്പും ഹിന്ദു ക്യാമ്പും ഉണ്ടാക്കി. ഈ ക്യാമ്പിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പുരുഷന്മാരൊക്കെ പോലീസ് കേസിലൊക്കെ പെട്ട് ഒളിവിലാണ്. അപ്പോൾ ഒരു ക്യാമ്പിൽ വന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കൈ ഒടിഞ്ഞിട്ട് സ്ലിങ്ങിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ആകെ പറയാനുള്ളത്, കേരളത്തിൽ ഒരു എക്സെപ്ഷണൽ കേസാണ്, ഇതൊരു സംഗതിയല്ല. കാരണം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ ദൂരെയുള്ള മനുഷ്യരാണ്, നിങ്ങളുടെ പക്ഷേ ദയനീയതയിലും നിങ്ങളുടെ സഹനത്തിലും കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ടെന്ന് ഒരു മെസ്സേജ് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. എഴുത്തുകാരൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ പോയതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ ഈ കൈ ഒടിഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മാറാട് കടപ്പുറത്ത് ഈ ഓല മേഞ്ഞ വീടുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതായത് ഒരറ്റത്തെ ഒരു തീ ഉറച്ചിട്ട് മുഴുവൻ കത്തും, അങ്ങനത്തെ സ്ഥലമാണ് അത്. പാവപ്പെട്ട മനുഷ്യർ. അപ്പൊ ഇവർക്ക് ഒന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉരുണ്ടു കൂടുന്ന വർഗീയ സംഘർഷം ഒന്നും ഈ സ്ത്രീകൾക്ക് അറിയില്ല. ഇവർ ഒരു ദിവസം രാത്രി നോക്കിയപ്പോൾ ഭയങ്കര ബഹളം, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇവര് കൈ കിട്ടിയതൊരു ഓടുകയാണ്. ഇവരൊരു മറപ്പര. അപ്പോൾ ഈ ചെറിയ കുടിലായതുകൊണ്ട് നമ്മുടെ പോലെ ഉള്ളിൽ ടോയ്ലറ്റ് ഒന്നും ഉള്ളതല്ല, പുറത്താണ് ഈ മറപ്പര, കുളിക്കാനൊക്കെയുള്ള സ്ഥലം. അപ്പോൾ ഇവരതിൻ്റെ പിന്നിൽ പോയി ഒളിച്ചു നിന്നപ്പോൾ സ്വന്തം അപ്പുറത്തെ വീട്ടിൽ, അതായത് സ്വന്തം അയൽക്കാരനായിട്ടുള്ള ഒരു യുവാവ് അടുത്തേക്ക് വരിക. അടുത്തേക്ക് വന്നപ്പോൾ സന്തോഷമായി ഇവർക്ക്.
കാരണം ഒരാളെ കാണുകയാണ്, ബാക്കി എല്ലാവരും ഓടിപ്പോയി, ആരെയും കാണാനില്ല. അപ്പോൾ ഇവർ പേര് വിളിച്ചു ഈ കുട്ടീനെ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമോ അതിൻ്റെ 2 ദിവസം മുമ്പോ അവിടെ ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു. അവരൊരു വീട്ടിൽ ഫംഗ്ഷൻ നടത്തിയപ്പോൾ ഈ കുട്ടി ഈ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീക്ക്. തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മയില് ഇവരെ അവസാനത്തെ ഓർമ്മ എന്ന് പറഞ്ഞ് കുട്ടിയെ പറ്റി പേര് വിളിച്ചിട്ട് എന്താണ് അവിടെ പ്രശ്നം, എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കൈ പിന്നിൽ വെച്ചിരിക്കുകയായിരുന്നു. പുറത്തെടുത്ത വലിയ വടിവാളാണ്. ഈ വടിവാളുകൊണ്ട് വെട്ടാൻ വേണ്ടി അവൻ ആഞ്ഞു. എന്തോ ഒരു നിമിഷത്തെ എന്തോ ഒരു നന്മ പ്രവർത്തിച്ചപ്പോൾ താഴെ ഇടുക. എന്നിട്ട് അവൻ അപ്പുറത്ത് കിടന്നിരുന്ന ഒരു വടിയെടുത്ത് ഇവരെ കൈ തല്ലി ഓടിക്കുക. എന്നിട്ട് ഇവർ നമ്മളോട് ചോദിച്ചു, ഇത്രയും വർഷം എൻ്റെ അപ്പുറത്ത് ഞാൻ കുട്ടിയെപ്പോലെ നോക്കി എടുത്ത് വളർത്തിയ അവനാണ് എൻ്റെ കൈ തല്ലി ഓടിച്ചത്. അപ്പം അവൻ എൻ്റെ അയൽവാസിയാണ്. ഈ അയൽവാസി കൈ തല്ലി ഓടിച്ച എന്നെ നിങ്ങൾ പറയാണ് ദൂരം നിന്ന് വന്നിട്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇത്തരം കാര്യങ്ങൾ. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്കിൽ നമ്മൾ എവിടെങ്കിലും കാല് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അതായിത്തീരും. അതാണ് ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്നത്. അപ്പം അതിനെതിരെ അങ്ങനെ ഒരു സ്ഥലത്താണ്, അയൽവാസി കൈ തല്ലി ഓടിക്കുന്ന സ്ഥലത്തല്ല, കഴുത്ത് ഛേദിക്കുന്ന സ്ഥലത്താണ് ഗാന്ധി പ്രവർത്തിച്ചത്. ഈ നവഹലി എന്ന് പറയുന്ന സ്ഥലം അതാണ്, ബീഹാർ അങ്ങനെയാണ്, കൊൽക്കത്ത അതാണ്, ഡൽഹി അതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്ന ആ പൊളിറ്റിക്സിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. അത് അതേപടി നമുക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെയായി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം മറന്നു വെച്ച ഇടങ്ങളിൽ കൂടിയാണ് ഈ പറയുന്ന ഫാസിസമൊക്കെ പടർന്ന് പന്തലിക്കാന്ന് ആണ് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിലെ നുണകളോട് യഥാർത്ഥ ചരിത്രം സമരം ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ എക്സിബിഷനിലെ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫുകൾ. അതിൽ ഹിന്ദു മഹാസഭയുടെ ഓഫീസിൻ്റെ ഈ കാലഘട്ടത്തിലെ ചിത്രം ഉണ്ട്. ഹിന്ദു മഹാസഭ നിലനിൽക്കുമ്പോൾ ഗാന്ധിയുടെ ചരിത്രം മായ്ക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മോണുമെൻറ്റ്സ് സൂക്ഷിക്കുമ്പോൾ അത് തന്നെ ഒരു സത്യം നാളെ വിളിച്ചു പറയുമല്ലോ. ഹിന്ദു മഹാസഭ എന്തിനു വേണ്ടിയാണ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിലനിന്നത്. അപ്പോൾ 2 കാലഘട്ടത്തിലെ ഫോട്ടോഗ്രാഫുകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു ചരിത്രത്തിലെ നൈതികത ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മഹാസഭയുടെ പിറകിലുള്ള കാട്ടിൽ വെച്ചായിരുന്നു ഗാന്ധിയെ കൊല്ലാനുള്ള തോക്ക് ഉപയോഗിച്ച് പരിശീലനം അവർ നടത്തിയത്. അപ്പോൾ അവിടെ പോയ സമയത്ത് എങ്ങനെയാണ് ആ ഒരു അനുഭവത്തെ ഫോട്ടോ എടുക്കുന്ന സമയത്തും, ഇപ്പോൾ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ചരിത്രത്തെ ഒപ്പിയെടുക്കുക, സാധാരണ നമ്മൾ സെൽഫി എടുക്കുന്നത് പോലെയോ ഒരു മൊബൈലിലൊരു വെറുതെ ചുമ്മാ ഒരു ആളാത്തിന് വേണ്ടി പടം എടുക്കുന്നത് പോലെയല്ല. ഈ യാത്രയ്ക്കൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതിനുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലൊരു പ്യൂരിഫൈ ചെയ്യുന്നൊരു സംഗതി ഇപ്പോൾ ആ നിമിഷമോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ വന്ന ആളുകളോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ പ്യൂരിഫൈ ചെയ്യുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഡീപ്പർ മീനിങ് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഹിന്ദു മഹാസഭ ഒന്നും ഫോട്ടോ എടുക്കുമ്പോഴല്ല. ഓക്കെ, ആ ബിൽഡിംഗ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഞാൻ പറയുക, അതിൻ്റെ പുറകിലുള്ള കാർഡ് ഇപ്പോഴും അതുപോലെ തന്നെ കാർഡായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ കാർഡിലേക്ക് പ്രവേശിക്കാനൊന്നും പറ്റില്ല, അത് അത്രയും മോശമായ അവസ്ഥയിലാണ്. ആ ബിൽഡിങ്ങൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവർക്കത് ഫോട്ടോ എടുക്കുന്നത് കണ്ടാൽ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. ഫോട്ടോ എടുത്ത് പുറത്ത് വന്നപ്പോൾ ഗോപി നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ പിന്നെ അങ്ങനെ മാനേജ് ചെയ്ത് വന്നു. പ്യൂരിഫൈയിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതലും തോന്നിയത് ഈ നോഖലിൽ പ്രത്യേകിച്ചും. കാരണം ബീഹാറിൽ നമ്മളധികം സർവൈവേഴ്സിനെ ഒന്നും കാണുകയോ സംസാരിക്കുകയോ ഉണ്ടായില്ല. ബീഹാറിലുണ്ടായിരുന്നത് നമ്മൾ പല ഗ്രാമങ്ങളിലും പോയി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രാമങ്ങളിലെ പേരൊരു പക്ഷേ സുൽഫിപ്പൂർ എന്നായിരിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് പൂർ എന്നായിരിക്കും, ഒറ്റ മുസ്ലിം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ഈ ഇരകളെ അല്ലെങ്കിൽ ഇരകളുടെ ഫാമിലികളെ അധികം കാണാനിടയായില്ല. ഒരാളെയാണ് കണ്ടത്. പക്ഷെ നോഖാലിയിൽ അങ്ങനെയല്ല. എനിക്ക് നേരിട്ട് ഭാഷ അറിയില്ലെങ്കിലും മുരളി
ബംഗാളിലേരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അവർ പറയുന്നതിൻ്റെ അപ്പോൾ ചില മനുഷ്യർ അവർ ഗാന്ധിയെ കണ്ട ആൾക്കാരാണ്, ചിലർ ഗാന്ധിയുടെ ആ ഓർമ്മ നിൽക്കുന്ന ആൾക്കാരാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി വന്ന അത് പ്യൂരിഫിക്കേഷനോ എന്താണെന്ന് വെച്ചാൽ പറയാം വന്ന ചില നിമിഷങ്ങളാണ്. ഫോർ എക്സാമ്പിൾ അവിടെ അറ്റക്കോറ എന്നൊരു സ്ഥലമുണ്ട്. അറ്റക്കോറ എന്നുള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള ലഹള നടന്നില്ല. അവിടുത്തെ ഒരു മുസ്ലിം ബാരിസ്റ്റർ ഉണ്ടായിരുന്നു, അയാൾ വളരെ ശക്തനായിരുന്നു. അപ്പോൾ അയാൾ അവിടെ ഒരു ലഹളയും നടക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് നിന്ന സ്ഥലത്ത് ആ വീട് പോയി ഇപ്പോൾ വേറൊരു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വയോവൃദ്ധൻ എന്ന് പറയാം, ഒരാൾ അതിൽ കൂടെ വടിയും കുത്തി വന്നു. അവിടെ ഇപ്പോഴും ഈ നോക്കാലിയിലൊക്കെ ഇപ്പോഴും അവർ നാച്ചുറൽ ക്യൂരിയോസിറ്റി ഇപ്പോഴും നമ്മുടെ പഴയ നാട്ടിൻപുറങ്ങളിലെ നാച്ചുറൽ ക്യൂരിയോസിറ്റി നിലനിൽക്കുന്ന സ്ഥലമാണ്. ഒരു അപരിചിതരായ 4 പേര് ഒരു ക്യാമറയൊക്കെ എടുത്ത് നിന്നാൽ അവർ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇവിടെ എന്താണ് കാര്യം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത്. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, മുരളിയും ഇവരൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഗാന്ധിയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഗാന്ധിയും ബിബി അബ്ദുൽ സലാമിനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു 20 മിനിറ്റ് സംസാരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പക്ഷേ പറയുന്ന ആ എനർജിയും പുള്ളിയുടെ പോസിറ്റിവിറ്റിയും ഭയങ്കര നല്ലൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവരെയും വളരെയധികം ലിഫ്റ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ചെയ്ത ഫോട്ടോ എടുത്തപ്പോഴല്ല, ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ രാംചന്ദ്ര റാഹിയും റസാ അഹമ്മദിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഹിന്ദു മഹാസഭയോ ഈവൻ വാൽമീകി മന്ദിറിൽ പോയപ്പോൾ വാൽമീകിയും അവരെ ഉണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ. അവർക്ക് എന്തുകൊണ്ട് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം വാൽമീകി മന്ദിറിനും ഗാന്ധിയുമായിട്ട് ഒരേ നിമിഷം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കാഷായ വസ്ത്രധാരിയായ മനുഷ്യന് വലിയ താല്പര്യമൊന്നുള്ള പോലെ തോന്നിയില്ല. പക്ഷേ പുള്ളി തുറന്നു വന്നു, അത് ദിവസം പറയണം ഫോട്ടോ എടുത്തോളാൻ. അത്തരം സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ആക്ച്വലി ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്ത ഈ ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ച് പോകണം എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങളാരും ആലോചിച്ചത് പോലുമില്ല. മീനിങ് ആ ഓഫീസിൻ്റെ ഉള്ളിൽ കയറാൻ അതിലൂടെ അവരോട് ചോദിക്കാൻ ഞങ്ങളാരും ആലോചിച്ചത് പോലില്ല. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിൽ ഗാന്ധി മുമ്പ് നടന്നിട്ടുള്ളൊരു പാലം, താൽക്കാലിക പാലത്തിൻ്റെ ഒരു പഴയ ഫോട്ടോഗ്രാഫ് ഇവിടെ ഉണ്ട്. പുതിയ കാലത്തും അതേ രീതിയിലുള്ള ഒരു പാലം മുള കൊണ്ടുണ്ടാക്കിയത് പുതിയ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യമായാലും നമ്മുടെ മെമ്മറിയുടെ കാര്യമായാലും ഈ ചരിത്രത്തിൻ്റെ കാര്യമായാലും ആ പഴയ ഫോട്ടോഗ്രാഫിൽ നിന്ന് പുതിയ ഫോട്ടോഗ്രാഫിലുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഗാന്ധിയുടെ കാലം തന്നെയാണ്. കാരണം ഒരു മാറ്റവും അതിലില്ല. ഇത്തരത്തിൽ വികസനമെത്താത്ത സ്ഥലങ്ങൾ ധാരാളം ഈ ഫോട്ടോഗ്രാഫിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയുള്ള മനുഷ്യർ എങ്ങനെയാണ് ഗാന്ധിയെ ഓർമ്മിക്കുന്നത്? ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ അവരുടെ പട്ടിണി, ഇപ്പോൾ അവരുടെ അച്ഛൻ അനുഭവിച്ച പട്ടിണി അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറ അനുഭവിച്ച അതേ പട്ടിണിയിൽ തന്നെയാണ് അവർ ഇപ്പോഴും കാര്യങ്ങൾ. എങ്ങനെയാണ് ആ ഒരു ഇന്ത്യ മാറി എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ 1948 നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മുളംപാലങ്ങൾ നമ്മൾ കണ്ടത് ബംഗ്ലാദേശിലാണ്, നോക്കാലിയിലാണ്. എന്നാലും ഇന്ത്യ എന്നുള്ളൊരു വിശാലമായ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയും. അവിടെ ഇപ്പോഴും അത്തരം പാലങ്ങൾ ഒന്നല്ല, ധാരാളം പാലങ്ങളുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു പാലത്തിൻ്റെ ഫോട്ടോ എടുത്തുള്ളൂ, വേണമെങ്കിൽ ധാരാളം പാലങ്ങളുടെ ഫോട്ടോ എടുക്കായിരുന്നു. അവിടുത്തെ ഒരു ഭൂപ്രകൃതി ധാരാളം ചെറിയ തോടുകളൊക്കെ ഉള്ളതാണ്. ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ റോഡുകളുണ്ട്. റോഡുകളൊന്നും അങ്ങനെ അത്രയധികം വെൽ ഡെവലപ്ഡ് റോഡാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, ഈ ബംഗ്ലാദേശിനുള്ളത് 48 ശേഷം പാകിസ്ഥാനാണ്. 48 തൊട്ട് 71 വരെ പാകിസ്ഥാനാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഗാന്ധിയുടെ ഓർമ്മ മായ്ക്കാൻ പറ്റുമോ അതൊക്കെ മായ്ക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. നോവാഖലിയിൽ ഗാന്ധിയുടെ കൂടെ പോയിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. നോവാഖലിയിൽ തന്നെ തുടർന്നും ജീവിച്ചവർ ഗാന്ധിയന്മാർ. ഉദാഹരണത്തിന് റെഡ്ഡി പള്ളി സത്യനാരായണ എന്നൊരു മനുഷ്യൻ്റെ കഥ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥയാണ്. അദ്ദേഹമൊന്നും ചരിത്രത്തിൽ എവിടെയില്ല. അത് അറിയുന്നത് ഈ ഗാന്ധി ആശ്രമം ട്രസ്റ്റിലെ ആൾക്കാർ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം ഗാന്ധി പോയി അവിടെ 10 ദിവസം കഴിഞ്ഞ് എത്തുകയും പിന്നെ ഗാന്ധി മടങ്ങുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ തുടരുകയും പല പ്രാവശ്യം ജയിലിൽ അടയ്ക്കപ്പെടുകയും
പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അവിടെ ഒരുപാട് പാലങ്ങൾ കെട്ടിയത് അവിടെ അദ്ദേഹമാണ്, ഈ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പാലങ്ങളിൽ അന്നത്തെ മുളം പാലങ്ങൾ, ഈ ശംഖോ എന്നാണ് പറയുക ഈ മുളം പാലത്തിനെ. ഈ ശംഖോവിൻ്റെ അറ്റത്ത് പുള്ളി കൊണ്ടുപോയിട്ട് റാന്തൽ വിളക്ക് തൂക്കിയിടും ആൾക്കാർക്ക് കടക്കാൻ വേണ്ടിയിട്ട്, രാത്രി കടന്നു പോകാൻ. ആരെങ്കിലും വന്ന് അതിനെ എടുത്തിട്ട് പോകും. പുള്ളി പിറ്റേ ദിവസം വേറെ കൊണ്ട് തൂക്കിയിടും. ആൾക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ കൊണ്ടുപോയത് എന്നുള്ള മട്ടിലാണ് പുള്ളിയുടെ ഒരു സമീപനം. പക്ഷേ ആ ആൾക്കാരില്ലേ, ഇപ്പം ഞങ്ങളവിടെ പോയ സമയത്ത് ഈ ഗാന്ധിയുടെ ഓർമ്മ ഇത്രയും കാലം സ്റ്റേറ്റ് കഴിവതും മായ്ക്കാൻ ശ്രമിച്ചിട്ടും ഗാന്ധിയുടെ ഓർമ്മ ആ മനുഷ്യരുണ്ട്. അത് വലിയൊരു ഊർജ്ജമായിരുന്നു. എങ്ങനെയാണ് ഈ ആൾക്കാരുടെ എല്ലാവരും തന്നെ ഞങ്ങൾ ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വളരെ ഊഷ്മളമായിട്ടാണ് സ്വീകരിച്ചത്. വിനോദ് പറഞ്ഞ പോലെ വലിയ ഫൈനാൻഷ്യലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കുടിക്കാൻ എന്തെങ്കിലും തരിക. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അവർ ഠാക്കൂർബായി എന്നാണ് വിളിക്കുക, റെഡ്ഡിപ്പള്ളി സത്യനാരായൺജിയെ. ഠാക്കൂർബായിയുടെ സ്ഥലത്താണ്, ഠാക്കൂർബായി ആന്ധ്രാപ്രദേശാണ്, എന്നാലും നമ്മളൊക്കെ ഠാക്കൂർബായിയുടെ സ്ഥലത്ത് തന്നെ. അപ്പോൾ ഠാക്കൂർബായിയുടെ സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞാൽ പ്രത്യേക സ്വീകരണമാണ്. അപ്പോൾ ആ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ ഇന്നും അവിടെ ശക്തമായി നിൽക്കുന്നു 10-78 കൊല്ലം കഴിഞ്ഞിട്ടെന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മളൊരു ഹിസ്റ്റോറിയൻ ഒരു ചരിത്രത്തെയോ ഒരു സാമൂഹികമായ ഓർമ്മയോ ഹിസ്റ്റോറിസൈസ് ചെയ്യുന്ന പോലെയല്ല ഒരു കവി ചരിത്രത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ കവികൾ പൊതുവേ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. ഈ ഒരു യാത്രയിൽ ഗാന്ധി തൊട്ട അല്ലെങ്കിൽ ഗാന്ധി ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കൾ കാണാനിട വന്നപ്പോൾ ഉള്ളിലുള്ളൊരു കവിക്ക് എന്താണ് തോന്നിയത്? സുധീഷ് പറഞ്ഞല്ലോ, ബീഹാറിൽ നമുക്ക് ഈ വിക്ടിംസിനെയോ അതിൻ്റെ തലമുറയോ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അവരൊക്കെ ഓടിപ്പോയി. ബീഹാറിലാണ് ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നത്, നവഖലിയിലല്ല. നവഖലിയിൽ ഗാന്ധിയുടെ പ്രസൻസോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് നവഖലിയിൽ അത് പടരാണ്ട് പോയി. ബീഹാറിൽ കൂട്ടക്കൊല നടന്നു. ചില ഗ്രാമങ്ങൾ ഇവാക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓടിപ്പോകേണ്ടി വന്നു ഇരകൾക്ക്. അപ്പോൾ ഈ ബറാറി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ ആളുകളെ നമുക്ക് കാണാൻ പറ്റിയില്ല. നമുക്ക് കാണാൻ പറ്റിയ റുയിൻസാണ്, അവശിഷ്ടങ്ങളാണ്. ബറാറി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പാടത്ത് പോകുമ്പോൾ ഒരു വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ളതല്ല, ഒരു കാലത്ത് അത് ഉത്കൃഷ്ടമായ ഒരു പള്ളിയായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി അവശിഷ്ടം കാണുകയാണ്. അപ്പം അതിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ വിനോദ് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് തന്നെത്താൻ കേട്ട ഒരു ശബ്ദം എന്ന് പറയുന്നത്, അവിടെ എഴുതിയിട്ടുണ്ട് ഞാനത്, റബ്ബുൽ ആലമീനായ തമ്പുരാനേന്ന് നമ്മുടെ ബഷീറിൻ്റെ വരിയാണ്. അതിന് ഒരു പുസ്തകത്തിൽ വായിച്ച മാധുര്യമല്ല അവിടെ കേൾക്കും. അത് നിശബ്ദമായ തരത്തിൽ അതിങ്ങനെ ചെവി കേൾക്കുമ്പോൾ അത് അതിഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം ആയിരുന്നു. മാത്രമല്ല ഈ നവഖലി യാത്രയിൽ ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് പോയട്രി ക്യൂറേറ്റർമാർ ഉൾക്കൊള്ളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നവഖലി യാത്ര നമുക്ക് സിവിക്സ് പുസ്തകത്തിൽ ഒരു അധ്യായമായിട്ട് വായിക്കാൻ പറ്റില്ല. നമ്മുടെ 10ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണം പഠിക്കുന്ന പോലെ വികാരരഹിതമായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റില്ല. അതിൽ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഗാന്ധി താമസിച്ച ഒരു തകരക്കുടിൽ, ശ്രീറാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാന്ധി ക്യാമ്പ് ചെയ്തിരുന്നത്, ബേസ് ക്യാമ്പ്. അതിപ്പോൾ പുതുക്കി പണിതതാണെന്ന് പറയുന്നു ആ തകരക്കുടിൽ. ഇപ്പം തന്നെ അങ്ങനെയാണ്. അപ്പം അന്ന് എന്തായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടേക്കാണ് ഈ നെഹ്റു ഒക്കെ വന്ന് കാണുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഇന്നത്തെ സമ്മിറ്റ് നടക്കുന്ന ഹോട്ടൽ പോലത്തെ സംഗതിയല്ല, ഒരു തകരക്കുടിലിൽ ഇരിക്കുന്നത്. അപ്പം NK ബോസ്, നിർമ്മൽ കുമാർ ബോസ്, അതിലെ കൂടെ ഉണ്ടായിരുന്ന ആളൊരു ഒരു അനുഭവം, ആഴത്തിലൊരു അനുഭവം എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം ഇവർ നോക്കുമ്പോൾ ഈ ഗാന്ധി താമസിച്ചിരുന്ന കുടിലിൽ നിന്ന് വലിയ വാഗ്വാദത്തിൻ്റെ ശബ്ദം കേൾക്കുക. അപ്പം ഇവർക്ക് മനസ്സിലായി സുശീല നയ്യാർ എന്ന് പറയുന്ന ഗാന്ധിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫിസിഷ്യൻ, ഗാന്ധിയുടെ ആരോഗ്യനിലയൊക്കെ അന്വേഷിക്കുന്ന ഒരു ഡോക്ടർ സംഘത്തിലുണ്ട്. പ്യാരലാലിൻ്റെ, ഗാന്ധിയുടെ സെക്രട്ടറിയായ പ്യാരലാലിൻ്റെ സഹോദരിയാണ് സുശീല നയ്യാർ. സുശീല നയ്യാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഗാന്ധി ഓരോരുത്തർക്കും ഓരോ ചുമതല ഏൽപ്പിച്ച് വിവിധ ഗ്രാമങ്ങളിലാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം സുശീല നയ്യാർ വരുന്നു. ഈ രാത്രി കുടിലിൽ നിന്ന്, ഗാന്ധി താമസിച്ചിരുന്ന ഈ തകരക്കുടിലിൽ നിന്ന് വലിയ വാഗ്വാദത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണർന്ന് നിൽക്കുന്നു. രാത്രി നേരം വെളുപ്പിന് 2:30 സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഏതാണ്ട് 3:20 വരെ ഈ വാഗ്വാദം
അവരുടെ ചെവിയിൽ വന്ന് വീഴുന്നുണ്ട്. ആർക്കും ചെല്ലാൻ ധൈര്യമില്ല എന്താ നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു അടിയുടെ ശബ്ദവും 2 അടിയുടെ ശബ്ദവും പിന്നെ ഗാന്ധിയുടെ ദയനീയമായ ഒരു കരച്ചിലും കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഹാത്മാവ് ഈ ശ്രീനാരായണ ഗുരുവിനെയും ഗാന്ധിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഇപ്പം ഔദ്യോഗികമായിട്ടുള്ള രേഖ കൂടെ കടന്നുപോയി നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും ബഹുമാനിച്ചു, പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ കോടതി പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഹാജരാവണ്ട, ഇവിടേക്ക് വരണ്ട, കാരണം നിങ്ങൾ സന്യാസിയാണ്, കേസ് കൊടുക്കുന്ന ആ സമയത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ രാജാവ് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അധികൃതരൊന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, നാട്ടുകാർ ദൈവത്തെ പോലെ പൂജിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വിചാരം എന്താ, ഇവർക്കൊക്കെ വളരെ സുഖം, എന്താ എവിടെ ചെന്നാലും മഹാത്മാവാണ്. ഈ ഗാന്ധിയെ പറ്റി അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ എങ്ങനെയോ കാരണം ബ്രിട്ടീഷുകാർ പോലും ബഹുമാനത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി അറിയണമെങ്കിൽ പോലീസ് റിപ്പോർട്ട് നോക്കണം. ഈ തിരുവനന്തപുരത്ത് ആർക്കൈവ്സിലെ പോലീസ് റിപ്പോർട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ സ്വാമി ചേർത്തല താലൂക്കിലെ ആൾക്കാരെ മുഴുവൻ ഇളക്കി വിട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അയാളെ ഹാൻഡിൽ ചെയ്യുന്നതാണ് റിപ്പോർട്ടിൽ. എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയണമെങ്കിൽ അത് നോക്കണം, അല്ലാതെ നമ്മൾ ഈ പേപ്പറിൽ വന്ന കാര്യം നോക്കിയിരുന്നാൽ ഹിസ്റ്ററി കിട്ടില്ല. ഇതേപോലെ ഈ മനുഷ്യൻ 78-ാം വയസ്സിൽ നമ്മളൊക്കെ മഹാത്മാവ് ആൾക്കാരൊക്കെ എനിറ്റിന്ന് ബഹുമാനിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ ആള് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കരയായി തകരക്കുടിലിൽ. ഇവർ ഓടിച്ചെല്ലുമ്പോൾ കണ്ണീര് വാർത്ത ഒരു മനുഷ്യനായിരിക്കും. സാധാരണയിൽ പറഞ്ഞ നമ്മളൊക്കെ പിന്നെയും കരച്ചിൽ പിടിച്ചെടുത്തും നമുക്ക് പറയാം. ഇതിങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പം ഇവർക്ക് തോന്നി, NK ബോസിന് തോന്നി ഇയാൾ സുശീലൻ നയ്യരെ അടിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കാര്യത്തിന്, 2ഉം 4ഉം പറഞ്ഞിട്ട് 2 അടി കൊടുത്തിട്ട് കരയായിരിക്കും, പശ്ചാത്തപിച്ച് കരയാണെന്ന് വിചാരിക്കുന്നു. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തെ കുളിപ്പിക്കാൻ ഇരുത്തിയിട്ട്, അപ്പം ആ സമയത്ത് നിർമ്മൽകുമാർ ബോസ് ചോദിക്കുന്നു, അയാൾ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, ഗാന്ധിയൻ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിയുടെ അഹിംസ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ വന്നിട്ടുള്ള ആളാണ്. അപ്പം ബോസ് ചോദിക്കും, ഗാന്ധി എനിക്ക് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യം തന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, വാത്സല്യം തന്നു, അതുകൊണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, നിങ്ങളന്ന് സുശീലൻ നയ്യരെ അടിച്ചോ എന്ന് ചോദിക്കും. ഗാന്ധി പറഞ്ഞു, അന്ന് അവിടെ നടന്നത്, ഗാന്ധി ഡോക്ടറോട് പറയാണ്, ഇവിടെ സാധാരണഗതിയിലെ പണി കൊണ്ടൊന്നും ഇത് തീരില്ല, നവഗലിയിലെ പ്രശ്നം, ഞാൻ നാളെ മുതൽ നഗ്നപാതനായിട്ട് സഞ്ചരിക്കാൻ പോവാണ്, ഈ എല്ലാ 48 ഗ്രാമങ്ങളിൽ കൂടി ഞാൻ സഞ്ചരിക്കാൻ പോവുകയാണെന്ന് പറയാണ്. ഇപ്പം ഇവർ പറയും, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിക്കലും നിങ്ങൾ മരിച്ചു പോവും, നിങ്ങളുടെ ആരോഗ്യനില അതാണ്, നിങ്ങൾക്ക് ഒരു ദിവസം പോലും സഞ്ചരിക്കാൻ പറ്റില്ല, നിങ്ങൾ ആശുപത്രി കൊണ്ട് കിടത്തേണ്ടി വരും. ഇതാ പറയുന്നത്, ഇതാണ് വാഗ്വാദം. ഇത് ഒരു 3:20 വരെ 2:30 മുതൽ 3:20 വരെ ഗാന്ധി ശ്രമിച്ചത് എന്തുകൊണ്ട് എനിക്ക് ഈ സമരത്തിലേക്ക് പോകണമെന്ന് ഇവര് ഗാന്ധിയുടെ ഡോക്ടർ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തം എടുത്ത് നിങ്ങൾ അനങ്ങാനേ പാടില്ല എന്ന് പറയാണ്. ഏറ്റവും അവസാനം ഇവർ പറയും, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് രോഗിയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് പോകാൻ പാടില്ല. ആ സമയത്ത് ഈ മനുഷ്യൻ സ്വന്തം തലയിൽ ആഞ്ഞടിക്കുന്ന ശബ്ദമാണ് കേട്ടത്. 2 കൈ കൊണ്ടും തലക്കടിച്ച് കരയുന്ന ഒരു മഹാത്മാവിനെ നമുക്കറിയില്ല. നമ്മുടെ വിചാരം ഈ മാലയിടുന്ന ഈ പറയുന്ന എല്ലാവരും പൂജിക്കുന്ന മഹാത്മാവിന് മാത്രം. ഇതാണ് ലാസ്റ്റ് ഫേസിലെ ഗാന്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഹിംസ പരാജയപ്പെടില്ല, പക്ഷേ അഹിംസയുടെ ഉപാധി എന്നുള്ള നിലയിൽ, ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അഹിംസ എന്ന് പറയുന്ന ആശയം പരാജയപ്പെട്ടില്ല, പക്ഷെ അതിൻ്റെ ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ശക്തി ചോർന്നു പോകുമോ എന്ന് ആ സംശയത്തിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം കാലിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പാലത്തിൽ കാണാൻ പേടിയായിട്ട് സുധീഷ കയറിയത്, ഈ ശംഖു എന്ന് പറയുന്ന പാലത്തിൽ. നമുക്ക് ഈ ഇത്രയും നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരായ നമുക്ക് അതിൽ കാല് വെക്കാൻ പറ്റില്ല. ആ പാലത്തുമ്പോ കൂടെ ഈ മനുഷ്യൻ ചെരുപ്പിടാണ്ട് നടക്കുന്നത്. എവിടെ നിന്ന് വന്ന, ഡൽഹിയിൽ നിന്ന് വന്ന, ഇവിടെ അധികം പരിചയമില്ലാത്ത മനുഷ്യൻ. അപ്പൊ ഇത് ഈ 110 കിലോമീറ്റർ ബെയർ ഫുട്ടായിട്ട് 110 മൈല് 48 ഗ്രാമങ്ങളിൽ കൂടെ ഈ ഡോക്ടർ അനങ്ങരുതെന്ന് പറയുന്ന ഒരാളാണ് സഞ്ചരിക്കുന്നത്, ഓർമ്മ വേണം. അപ്പൊ അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നവകലി സ്ഥിതിവിവര കണക്കാവും. ഇത്ര ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പത്രത്തിലെ വാർത്ത മാത്രമാണ്. ഇത് ഈ സംഗതി ഉണ്ട്. 2 പോയട്രിയിലൊക്കെ കലയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യും. നാളെ എന്ത് നടക്കും, അടുത്ത സ്റ്റെപ്പ് എവിടേക്കാന്ന് അറിയില്ല, എന്താ ഉണ്ടാവാന്ന് അറിയില്ല. ഈ അനിശ്ചിതത്വത്തിലാണ് പോകുന്നത്. അപ്പോൾ
നമ്മൾ ഇന്നത്തെ ഭരണാധികാരികൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പോലെയല്ല, അവിടെ താമസിക്കാൻ പോവാണ്. താമസിക്കുമ്പോൾ ഓരോന്നും ചെയ്യാണ്. ഇയാൾ ജിന്നിയായിട്ട് ഗാന്ധി ഒരു സന്ദർഭത്തിൽ ഈ വിഭജനത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഗാന്ധി ചെയ്യുന്ന ഒരു കാര്യം, ഇംഗ്ലീഷിലായിരുന്നു കത്ത് എഴുതിയിരുന്നവർ, ഇംഗ്ലീഷിലായിരുന്നു കറസ്പോണ്ടൻസ് ആദ്യം. അപ്പൊ ഇംഗ്ലീഷിൽ ഗാന്ധിക്ക് മനസ്സിലായി ഇത് തന്നെ ഒരു തടസ്സമാണ് ഈ ഭാഷ. ഗാന്ധി ഒരു സന്ദർഭത്തിൽ ഗുജറാത്തി കത്തെഴുതാൻ തുടങ്ങണം. കാരണം ജിന്ന ഗുജറാത്തിയാണ്, ഞാനും ഗുജറാത്തിയാണ്. രണ്ട് കാര്യം ഓർമ്മിക്കുകയാണ്, നീ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന വിഭജനത്തിനപ്പുറം ഭാഷ എന്ന് പറയുന്ന ഒരു ഐക്യം നമ്മളിലുണ്ട്. ഗുജറാത്തി കത്തെഴുതുന്നു, അപ്പൊ എടാ പോടാന്നുള്ള മാതിരി സംസാരിക്കാൻ പറ്റുന്നു. ഇതേപോലെയാണ് നവഖലി ചെല്ലുമ്പോൾ ആദ്യ ദിവസം തൊട്ട് ബംഗാളി പഠിക്കാൻ, ഇവരോട് സംസാരിക്കണം ബംഗാളി പഠിക്കണം. അപ്പൊ ചെറിയ കുട്ടികളെ പോലെ കോപ്പി പുസ്തകം വാങ്ങിച്ചിട്ട് ബംഗാളി ലെറ്റേഴ്സ് എഴുതി എഴുതി പഠിക്കുകയാണ്. ഈ എഴുതി പഠിക്കുന്നത് അത് ഈ എക്സിബിഷനിൽ ആദ്യത്തെ ആ അമോർ ബാണി അമോർ ജീവൻ എന്ന് പറയുന്നത് സ്വന്തം കൈപ്പടയിൽ ബംഗാളി ആ സന്തോഷം വരെ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണമെങ്കിൽ. കാരണം ഇവരോട് സംവേദിക്കണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം. ഇങ്ങനെ അവസാനത്തെ ദിവസം വെടിയേറ്റ് വീഴുന്ന ദിവസം കാലത്ത് ബംഗാളി എഴുതി പഠിക്കുന്നുണ്ട്. കാരണം ഇനിയും പോണ്ടി വരും ആ പ്രദേശങ്ങളിൽ എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇത് ഇത്തരം സട്ടിലിറ്റി നമുക്ക് പോയിട്രി വെച്ചിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. ഇത്തരം സംഗതികൾ ഒരു സന്ദർഭത്തിൽ ഗാന്ധി പറയുന്നത്, ഈ ടാലിസ്മാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള വാചകമാണ്. ഈ ഇടക്കാല മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോൾ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട് മന്ത്രിമാര്. അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ പറയും ഉപ്പ് നികുതി പിൻവലിക്കണം. ആദ്യം 1930 നടത്തിയ സമരത്തിന്റെ ഓർമ്മ ജയിച്ച മൊമെന്റിൽ പറയാണ് ഉപ്പ് നികുതി പിൻവലിക്കണം. 1, ഖാദി ധരിക്കണം, അസ്പൃശ്യത അൺടച്ചബിലിറ്റി മാറ്റണം, ഹിന്ദു മുസ്ലിം ഐക്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, അത് നിലനിർത്തണം. അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾ ഭരിക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ അതോ ഇതോ എന്ന തീരാശങ്ക, ഇത് ചെയ്യണോ വേണ്ടേ എന്ന് പറയുന്ന ശങ്ക വന്നാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ ഉള്ളിൽ ആലോചിക്കുക. നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതല്ല, നീ കണ്ടിട്ടുള്ള മനുഷ്യനെ, ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ ആലോചിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അയാൾക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് ആലോചിക്കുക. അയാൾക്ക് ഭൗതികമായോ ആത്മീയമായോ ഏതെങ്കിലും തരത്തിൽ അയാൾ അന്തസ്സിനോ അല്ലെങ്കിൽ അയാൾ ഭൗതിക അവസ്ഥയ്ക്കോ എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഗതി ചെയ്യാം. ഇത് നമ്മൾ ആലോചിക്കണം. ഈ സമരത്തിന് മുമ്പ്, ബ്രിട്ടീഷുകാരായിട്ടുള്ള സമരത്തിന് മുമ്പ് ഇന്ത്യയെ പറ്റിയുള്ള ഒരു കലാസങ്കല്പം എന്ന് പറഞ്ഞാൽ ഭാരതമാതാവാണ്. കാൽപ്പനികമായ ഒരു സങ്കല്പമാണ്. നമ്മുടെ മാതാവ് എന്ന് പറയുന്ന സങ്കല്പമാണ്. ഭരണം കിട്ടിയ നിമിഷം അത് മാച്ചു കളഞ്ഞ് ഈ ദരിദ്രനാരായണൻ എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടൊക്കെയ. ഇത് ആർട്ടിൽ ഇടപെടൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു സോഷ്യൽ സംഗതി മാത്രമല്ല, ആർട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രമാകുമ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം, കിനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ പണം കിനിഞ്ഞിറങ്ങുന്ന സിദ്ധാന്തമാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇത് പണം മാത്രമല്ല കിനിഞ്ഞിറങ്ങേണ്ടത്, സ്വാതന്ത്ര്യം കിനിഞ്ഞിറങ്ങണം, സാഹോദര്യം കിനിഞ്ഞിറങ്ങണം. നിങ്ങൾ പറയുന്ന എല്ലാ മൂല്യവും ഈ മോളിൽ നിന്നാ പോരാ. അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കി നമ്മൾ തമ്മിൽ ശരി ഈ ജനങ്ങളെ ഭരിക്കാൻ തീരുമാനിച്ചാൽ പോരാ. ഈ അടിയിലെ മനുഷ്യർ അത് അനുഭവപ്പെടണം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആർട്ട്. അത് മാറ്റി നിർത്താൻ പറ്റില്ല വിനോദ അതിൽ നിന്ന്, അത് ആ തീമിൽ നിന്ന്. ചരിത്രത്തിൻ്റെ നൈതികതയെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഓഡിയൻസിന് ഈ രണ്ടുപേരോടും ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിനു മുമ്പ് ഒരു ജനാധിപത്യപരമായ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഒരു സുധീഷേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ. ഒന്ന്, നമ്മളിപ്പോൾ യാത്രേനെ കുറിച്ച് പറഞ്ഞു, ഇതിൻ്റെ ചരിത്രപരമായ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് ഒരു 4 സുഹൃത്തുക്കളുടെ ഒരു യാത്രയിൽ നിന്നുണ്ടായ ഒരു എക്സിബിഷനാണ്. അത് പർപ്പസ്ഫുള്ളി സാറ് ഇതിലൊരു സംഘടന ഏറ്റെടുത്ത് നടത്തേണ്ട അത്രയും ബാധ്യതകൾ വരുന്ന, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു നടത്തിയെടുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ പല രീതിയിൽ മാൻ പവർ ഒക്കെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്താൻ ഉണ്ടായ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ ഇത് സാധ്യമാക്കാൻ വേണ്ടി എന്തൊക്കെ ടാസ്ക്കാണ് എടുത്തത് എന്നുകൂടി പറയണം എന്നാണ് ഒന്ന്. 2, ഇതിവിടെ വെച്ച് അവസാനിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാണികൾ. കാരണം ഇത് നമ്മൾ ഹിസ്റ്റോറിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത്
പലപ്പോഴും നമ്മൾ മ്യൂസിയങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം, ഇപ്പോൾ പലർക്കും അറിയാത്തൊരു സംഗതിയാണ്, കോൺഗ്രസിൻ്റെ ഭരണഘടന ഗാന്ധി തിരുത്തിയെന്നുള്ളത്. അത് മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഇവിടെ ഉണ്ട്. അതിൽ ഗാന്ധി തിരുത്തിയ പ്രൂഫ് നോക്കിയതിൻ്റെ ഒരു അടയാളം അതിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് എല്ലാ സ്ഥലത്തും കാണുന്നില്ല. അപ്പോൾ സമഗ്രമായിട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൽ പോയാൽ ഈ ഒരു സംഗതി മാത്രമേ നമുക്ക് കാണൂ. ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5/17 ഗാന്ധി വെടിയേറ്റ് മരിച്ചത്. 169 എന്ന് പറയുന്ന സംഗതി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധി ജീവിക്കാൻ അനുവദിച്ചത്, കഴിഞ്ഞ ദിവസം ഒരു ടോക്കിലൂടെ പറഞ്ഞതുപോലെ ജീവിക്കാൻ അനുവദിച്ചത് വെറും 169 ദിവസമാണ്. അപ്പോൾ ഇത്രയും സമഗ്രമായി ഒരു ട്രാവലാണ് ഈ ഒരു എക്സിബിഷൻ, ഈ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഈ ട്രാവൽ സാധ്യമാക്കാൻ എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടന്നത്? ഇതിൻ്റെ പിറകുള്ള ആളുകളെ കൂടി ഓർക്കാം. ഇത് ഞങ്ങൾ മുരളി ചിരത്തും ജയരാജൻ സുരേഷനും എൻ്റെ നേരത്തെയുള്ള എക്സിബിഷനും ക്യൂറേറ്റ് ചെയ്ത് അവർ തന്നെയാണ്. പിന്നെ ഈ പ്രൊജക്റ്റിൽ ഗോപിയും ആദ്യം മുതൽ തന്നെ ഉണ്ടായി. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് ചെയ്യണം, ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ആദ്യം ഒരു ചെറിയ ചർച്ച നടന്നു. പക്ഷേ ആ ചർച്ച അധികം നീണ്ടില്ല, കാരണം എല്ലാവർക്കും ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞത്. അപ്പം ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 4 പേരും തമ്മിൽ ഒരു എന്താ പറയുക, നല്ല ഒരു സിനർജി ഉണ്ട്. 4 പേർക്കും 4 പേരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സാമാന്യം നല്ല ധാരണയുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് റിസോഴ്സ് മാനേജ്മെൻറ്റ് ഭാഷയിൽ പറഞ്ഞാൽ റിസോഴ്സുകളുടെ ഓപ്റ്റിമൽ യൂട്ടിലൈസേഷനാണ്. അപ്പോൾ ആർക്ക് എന്തൊക്കെ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി അവർ ആ റിസോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ പ്ലാനിങ് എന്നുള്ള കാര്യത്തിൽ കുറച്ച് റിസോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഈ കവിതയോ കലയോ ഒന്നും വലിയ കാര്യമായിട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് അതിവരൊക്കെ ചെയ്യും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള മേഖലകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ മറ്റാൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതിൽ യാതൊരു ഈഗോ പ്രശ്നങ്ങളും ഇല്ലാതെ തുറന്നിടപെട്ട് സോൾവ് ചെയ്യാനും പറ്റിയെന്ന് അങ്ങനത്തെ ഒരു ടീമായിരുന്നു ഞങ്ങൾ 4 പേരും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ഒബ്വിയസ്ലി ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ്. തുടക്കത്തിൽ ഇത് എവിടെ തുടങ്ങും? നോക്കലി പോകണം. ഞാൻ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ കിട്ടാൻ എളുപ്പമായിരുന്നു, കാരണം പേരലാലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അത് കിട്ടും. സ്ഥലങ്ങൾ കിട്ടി. അപ്പം ഗാന്ധിജി ശ്രീരാംപൂരിൽ 42 ദിവസം താമസിച്ചു. ഞാൻ ഗൂഗിൾ മാപ്പിൽ പോയി ശ്രീരാംപൂർ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയിട്ട് ശ്രീരാംപൂരിൽ നിന്ന് സ്ഥലമില്ല. അപ്പോൾ ഈ എവിടെ പോവും? ബംഗ്ലാദേശ് ശ്രീരാംപൂരിൽ നിന്ന് സ്ഥലമില്ല. അപ്പോൾ ഈ പരിപാടികളൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗാന്ധി ആശ്രം ട്രസ്റ്റ് എന്നുള്ളതിന് ഒരു സാധനം ഉണ്ടെന്നുള്ള പിടുത്തം കിട്ടി. അപ്പോൾ ഗാന്ധി ആശ്രം ട്രസ്റ്റ് അവരെ ബന്ധപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ നേരിട്ട് പിന്നെ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ധാരണകളായി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെയും ഈ ഗോപിയുണ്ട്, മുരളിയുണ്ട്, ഞാനുണ്ട്, കൂടെ വീഡിയോഗ്രാഫറായിട്ടൊരു പ്രസൂൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, ജയരാജ് ഫോണുകളിലൂടെയും പറ്റി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ റോളുകളും അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ബീഹാറിൽ പോയ സമയത്തും ബീഹാറിലെ ഈ ഗ്രാമങ്ങളിൽ എങ്ങനെ പോകും, എവിടെ എത്തുന്നുള്ളതൊന്നും ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ഇവിടുന്ന് ഗോപി NS മാധവൻ സാറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം ഒരു കോൺടാക്ട് തരികയും പിന്നെ അവിടുത്തെ CPI-ML ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത്. അവർ ഞങ്ങളുടെ കൂടെ വരികയും ചെയ്തു. ഒരു പാർട്ടി പ്രോഗ്രാമായി കൊണ്ട് നടന്നു അവർ. ആക്ച്വലി എല്ലാ സ്ഥലങ്ങളിലും ചുവന്ന കൊടിയുമായിട്ട് ഞങ്ങളുടെ കൂടെ വരികയും സ്ഥലങ്ങളെ കാണിച്ചു തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ പ്ലാനിങ് ഇത്തരം കാര്യങ്ങൾ ധാരാളം റിസർച്ച് നടത്തി. ഏറ്റവും പ്രധാനമായ കാര്യം ഈ 4 ആൾക്കാരും തമ്മിലുള്ള ഒരു ധാരണയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡിങ്ങും അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ റിസോഴ്സസ് എല്ലാം അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഒരു സംഘടന ചെയ്യേണ്ട കാര്യമായിരിക്കാം. പക്ഷെ സംഘടന ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം തോന്നി ചെയ്യുന്നത്. കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു കാര്യം പറയാം. സുധീഷാണ് ഈ യാത്ര സാധ്യമാക്കിയ ഒരാൾ. അത് സുധീഷിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയും, യാത്രയുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ആണ്, നമുക്ക് കൂടെ നിന്നാൽ മതി. അത് സാധ്യമാക്കിയ ഒരാളാണ്. രണ്ടാമത് മുരളിയുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ മുരളിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജയരാജ് സുന്ദരേശൻ്റെ ഭാഗത്തു നിന്നും അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഒരുപാട് മെറ്റീരിയലുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്, ഒരു ചാക്ക് സംഗതികളായിട്ട്. ഇപ്പം ആർക്കൈവൽ ഫോട്ടോഗ്രാഫ് മാത്രം നമ്മുടെ കയ്യിൽ അത്ര അധികം ഉണ്ട്. കാരണം ബറാക്പൂർ മ്യൂസിയം മുഴുവൻ നമ്മൾ ഫോട്ടോ ചെയ്യുന്നു,
അല്ലെങ്കിൽ ഡൽഹി നാഷണൽ മ്യൂസിയം, ഗാന്ധി നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ഒരുപാട് ഫോട്ടോ, മനോരഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഈ നവകലി യാത്ര പിന്തുടർന്നിട്ട് എടുത്ത ഒരുപാട് ഫോട്ടോഗ്രാഫി ബറാക്പൂർ മ്യൂസിയത്തിലുണ്ട്. ഇത് മുഴുവൻ നമുക്ക് വലിയ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആണ്. അതിൽ ഏതൊഴിവാക്കണം ഏതൊഴിവാക്കരുതെന്നൊക്കെ ഒരു ക്യൂറേറ്റർ, അത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് നടത്താൻ മുരളിക്കും. അതുപോലെ തന്നെ ജയരാജന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് വലുതാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ ബലവും ദൗർബല്യവും ഇതൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം, ഇത് കണ്ട ആളുടേതാണ്. പക്ഷെ ഇങ്ങനെ ഒരു മിനിമം ഒരു രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്, ഒരു കയോസിന്ന് ഒരു ഓർഡർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കും. മാത്രമല്ല മുരളിക്ക് ബംഗാളി അറിയാം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. മുരളി ശാന്തിനികേതനിൽ കിടന്ന് മറിഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് വലിയ തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവുകയില്ല. നമ്മൾ മാത്രം സുധീഷിനെ അറിയാം, എനിക്ക് പുറത്ത് ഒരു ലാംഗ്വേജ് അറിയാത്ത ആളാണ് ഞാൻ, തൃശ്ശൂർ ഭാഷ മാത്രം അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എല്ലാവരുടെയും ഒരു സംഗതി കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ്. മാത്രമല്ല ഇത് 4 ആൾ ചെയ്തു എന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ പേരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളൂ. ഇത് ആക്ച്വലി ഇത് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ, ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് അതൊരു ശരീരമായി സങ്കല്പിച്ച്, ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്ന കാര്യത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അത് നമ്മിൽ കൂടെ വരുന്നേ ഉള്ളൂ. അത് ആക്ച്വലി അത് ഇവിടുത്തെ ഡിമാൻഡാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഡിമാൻഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഇപ്പം സ്പേസ് എല്ലായിടത്തും കിട്ടണമെന്നില്ല. മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ മുഴുവനോ ഇന്ത്യയിൽ മുഴുവനോ ഇപ്പം ഞങ്ങളായിട്ട് കൊണ്ട് നടക്കണം എന്നല്ല പറയും, മറിച്ച് അതൊരു ദീപത്തിൽ നിന്ന് വെളിച്ചം കത്തിച്ച് പോകുന്ന പോലെ പോയാൽ വളരെ നല്ലതാണെന്ന് ആഗ്രഹം ഇല്ലാതില്ല. എന്തായാലും ഇതിനൊരു തുടർച്ച ഉണ്ടാവട്ടെ, ഇതിനൊരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെ ഇത് ഈ എക്സിബിഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.